ഹായ് മക്കളെ, പൂവിന്റെ കൂട്ടുകാരെ ഒന്ന് കണ്ടുപിടിച്ചാലോ? അപ്പൊ നിങ്ങൾക്കുള്ളൊരു ചോദ്യമായിട്ടാണ് ഇന്ന് മിസ് വന്നിരിക്കുന്നത്. മുകളിൽ നിങ്ങൾക്ക് മനോഹരമായ ഒരു പൂ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പൂവിന്റെ കൂടെ തന്നെ കുറച്ച് ആൾക്കാരെ ഉണ്ടല്ലേ. അപ്പൊ ഇവരിൽ ആരൊക്കെയാണ് പൂവിന്റെ കൂട്ടുകാർ എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആരൊക്കെയാണ് ഇവിടെ ഉള്ളത് എന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ഇവിടെ ആരൊക്കെയുണ്ട്? ഒരു പൂമ്പാറ്റിയുണ്ട്, അതുപോലെ തന്നെ നമുക്കൊരു കോഴീനെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്, ഒരു വണ്ടുണ്ട്, ഒരു തുമ്പിയുണ്ട്, അതുപോലെ തന്നെ ഒരു പക്ഷിയുണ്ട്, പിന്നെ ഒരു താറാവുണ്ട്. ഇവരിൽ ആരൊക്കെയായിരിക്കും പൂവിന്റെ കൂട്ടുകാര്? നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് വട്ടം വരച്ച് നോക്കാം അല്ലെ. നമുക്ക് ഏറ്റവും ആദ്യം പൂമ്പാറ്റ എടുക്കാം. പൂമ്പാറ്റ എന്ന് പറയുന്നത് പൂവിന്റെ കൂട്ടുകാരനാണ്. അതുപോലെ തന്നെ കോഴിയുണ്ട്, കോഴി പൂവിന്റെ കൂട്ടുകാരനല്ല അല്ലെ. പിന്നെ നമുക്കിവിടെ വണ്ട് കാണാനായിട്ട് പറ്റും, അതുപോലെ തന്നെ തുമ്പി കാണാനായിട്ട് പറ്റും, പിന്നെ അതുപോലെ തന്നെ ഒരു പക്ഷീനെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവയൊക്കെ പൂവിന്റെ കൂട്ടുകാരനാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം ഇവരൊക്കെ എന്താണ്, പൂവിൽ നിന്നും തേൻ കുടിക്കുന്ന ആൾക്കാരാണ്. ഇനി അതേസമയം ബാക്കിയുള്ള, അതായത് നമ്മുടെ കോഴിയും അതുപോലെ തന്നെ താറാവൊന്നും പൂവിന്റെ കൂട്ടുകാരൻ എന്ന ഗണത്തിൽ നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് പറ്റില്ല. അപ്പൊ ഇതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത ദിവസം വീണ്ടും കാണാം. ബൈ.